അപ്പം അയ്യോ, നമ്മൾ ഇന്ന് എൻ്റെ കുറച്ച് ഡ്രൈവിംഗ് സ്കിൽസ് കാണാൻ പോവാ. സാർ എടുക്കുമ്പോൾ ഞാൻ എടുക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉള്ളത് ഒമാനിലാണ്. നമ്മൾ കുറച്ച് നാൾ ബൾഗേറിയൻ കാഴ്ചകൾ കണ്ടു, ഇറ്റാലിയൻ കാഴ്ചകൾ കണ്ടു, സ്വിറ്റ്സർലൻഡിലെ കാഴ്ചകൾ കണ്ടു. ഇനി നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഈ ഒമാൻ എന്ന് പറഞ്ഞ സിറ്റി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ളത്, ഇത് ഞാൻ വളർന്ന സ്ഥലമാണ്. ഞാൻ നാട്ടിനെക്കാട്ടും കൂടുതൽ വളർന്ന ഒരു രാജ്യമാണ് ഒമാൻ. അപ്പം ഞാൻ ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പം നമ്മുടെ ഒമാനിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ സ്ഥലത്തിന് പേര് റൂവി എന്നാണ്. ഈ നമ്മളിപ്പോൾ ദുബായിൽ കരാമ എന്നൊക്കെ പറയത്തില്ലേ, ബത്ത, സൗദിയിൽ ബത്ത, അങ്ങനെയൊക്കെ കുറച്ച് ഐക്കോണിക് ആയിട്ട് മലയാളികൾ പ്രവാസികൾ കൂടുതൽ താമസിക്കുന്ന അതേപോലത്തെ ഒരു റൂറൽ അല്ല, ഒരു അർബൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് റൂവി. ഈ റൂവിയിൽ കാണുമ്പോൾ ഞാൻ പറയാം, ഈ ഒമാനിൽ താമസിക്കുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ പള്ളി കണ്ടോ, അത് ഭയങ്കര പഴക്കമുണ്ട് ആ പള്ളിക്ക്. ഏകദേശം പണ്ട് മുതലേ ആ പള്ളിയുണ്ട്. ഇവിടെ ഒരു ബൽസാമയുണ്ട്. ബൽസാമ ഇവിടുത്തെ ഹോസ്പിറ്റലാണ്. പണ്ടെന്ന് പറയുമ്പം ഈ ഒമാനിന്റെ ഇപ്പോഴത്തെ മുഖച്ഛായ തന്നെ മാറി. പക്ഷെ ഈ റൂവി ഇപ്പോഴും അതേപോലെ തന്നെയാണ്, വലുതായിട്ട് മാറിയിട്ടൊന്നുമില്ല. പിന്നെ അവിടെ ഇവിടെ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടി പൊളിച്ച് മാറ്റി വെച്ചേക്കുക അല്ലേ. നമ്മളപ്പം ഇന്ന് നമ്മുടെ ക്യാമറമാനും ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത്രയും ദിവസം ഞാൻ വീഡിയോ എടുക്കാതിരുന്ന നമ്മുടെ ക്യാമറമാൻ UK ട്രിപ്പിലായിരുന്നു. നമ്മുടെ ക്യാമറമാൻ തിരിച്ചെത്തിയേക്കുവാണ് UK കഴിഞ്ഞിട്ട്. ഇത് ഇങ്ങോട്ടാ പോകണ്ട, മത്ര. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒമാനിലെ കുറച്ച് പഴയ ഐക്കോണിക് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഇതാണ് റൂവി. പണ്ടത്തെ ഒമാനിലെ എയർപോർട്ട് ഉണ്ടല്ലോ, പണ്ടെന്ന് പറയുന്ന എയർപോർട്ട്, വണ്ടി വന്നു അങ്ങ് അറ്റത്ത് അവിടെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പണ്ടത്തെ റൺവേ. ഇപ്പൊ അതൊക്കെ മാറ്റി അടിപൊളിയായിട്ട് സൂപ്പർ ഇന്റർനാഷണൽ എയർപോർട്ട് വന്നിട്ടുണ്ട്. അത് നമ്മുടെ സീബ് സൈഡിൽ. പക്ഷേ പണ്ടത്തെ എയർപോർട്ട് എന്ന് പറയുമ്പോൾ, പണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വന്നൊരു 60 വർഷങ്ങൾക്ക് മുമ്പ്, ആ സമയത്തൊക്കെ എയർപോർട്ട് ഇവിടെ ആയിരുന്നു. അപ്പം ഇതാണ് പഴയ മസ്കറ്റ് എന്ന് പറയുമ്പോൾ, പഴയ മസ്കറ്റിന്റെ മുഖച്ഛായ എന്ന് പറയുമ്പോൾ ഈ പുറകിൽ നിൽക്കുന്ന പള്ളി കാണിക്കും. അതും കൂടി സൂക്ഷിക്കണം. നമ്മൾ ഇവിടുത്തെ നാടിനെ പോലെ അല്ല ഇവിടുത്തെ സ്ഥലം. ഫൈൻസ് ആർ വെരി സ്ട്രിക്റ്റ് ആൻഡ് വെരി എക്സ്പെൻസീവ്. ഒരു ഫൈൻ വീണ പണിയാണ്. ഇതുവരെ ഞാൻ ഒന്നും പറയുന്നില്ല. സോ കണ്ടില്ലേ, ഒമാൻ എന്ന് പറയുമ്പോൾ ദുബായ് പോലെ അല്ല, കുറച്ചും കൂടി ഡിഫറെൻറ്റാണ്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ ഈ മലകൾ കണ്ടോ, ഈ മലകൾ തന്നെ നിങ്ങൾ കുറേ കാണേണ്ടി വരും. പിന്നെ എന്താണ് ഇതിനെ പറയാനുള്ളത്, നമ്മൾ എന്താ പറയില്ല, ഏറ്റവും എൻ്റെ ലൈഫിൽ ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണാണ് ഈ ഒമാൻ എന്ന് പറയുന്നത്. ഞാനിപ്പം ആലപ്പുഴയിൽ പോയാലും എനിക്ക് എൻ്റെ സ്വന്തം നാടെന്നുള്ളൊരു ഫീലിംഗ് വരത്തില്ല. എന്ന് വെച്ചാൽ അത് എന്നെ കുറ്റപ്പെടുകയല്ല, ഞാൻ വളർന്ന സ്ഥലം എന്നായിരിക്കും നമുക്ക് ഏറ്റവും എന്താ പറയുന്നത്, ഏറ്റവും നമ്മുടെ ക്ലോസ് ടു ഹാർട്ട്. അതേപോലെ നമ്മുടെ എല്ലാവർക്കും എന്താ പറയുക, നമ്മൾ വീട് കാണുന്ന ആൾക്കറിയാം, ഈ പ്രവാസി പിള്ളേർ, ഇവിടെ വളർന്ന പ്രവാസികളായിട്ടുള്ള പിള്ളേർക്കറിയാം, നമ്മളെ വളർന്ന് നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ സ്കൂള് എല്ലാം ഉണ്ടായിരുന്ന സ്ഥലം ആയിരിക്കും നമ്മുടെ ക്ലോസ് ടു ഹാർട്ട്. അപ്പം ഇവിടെ വരുമ്പോൾ ഞാൻ എനിക്ക് 3-4 വയസ്സുള്ള സമയത്ത് ഞാൻ ഒമാനിൽ വരുന്നത്. അന്ന് ഒന്നുമില്ല. ഐ മീൻ ഈ റൂവിയൊക്കെ അതുപോലെ തന്നെ ഉണ്ട്, പക്ഷേ ഇതൊന്നും ഈ ബിൽഡിങ്സും വലുതായിട്ടൊന്നുമില്ല. ഇപ്പോഴാണ് ഈ കുറേയൊക്കെ ബിൽഡിങ്സ് വന്നതും ഈ ഫ്ലൈ ഓവറും ഇതൊക്കെ വന്നതും. സോ അന്ന് അവിടെ നിന്ന് ഏകദേശം ഇപ്പോൾ 18-19 ആയില്ല, അതെ ഏകദേശം 18-19 വർഷമായി. അപ്പോൾ ഇത്രയും നാളത്തെ എൻ്റെ സ്റ്റോറി ക്യാരി ഓവർ ചെയ്ത ഈ കൺട്രിയാണ്. ഇറ്റ്സ് എ റിയലി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് എന്ന് പറയാം. വീട് പോകുന്നില്ലല്ലോ, ബാക്കിലുള്ള ആൾക്കാർ ഫോൺ അടിക്കുന്നു. സാർ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇപ്പം പോകുന്നത് മസ്കറ്റിലേക്കാണ്. മസ്കറ്റ് എന്ന് പറയുമ്പോൾ ഓൾഡ് മസ്കറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓൾഡ് മസ്കറ്റിലെ മുഖച്ഛായ എന്ന് പറയുമ്പോൾ നമ്മൾ മത്ര സൂക്ക്, അവിടുത്തെ പാലസ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒമാനിൽ ആദ്യം വന്നപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് മസ്കറ്റിൽ നിന്നാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മൊബൈലിലേക്ക് ഷിഫ്റ്റായി. ഇപ്പോൾ കുറച്ച് മൊബൈലിൽ ഇപ്പോൾ ആ സ്ഥലത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന അവിടെയാണ്. ഇപ്പോൾ കുറേ ബിസിനസ്സും ബിൽഡിങ്സും എല്ലാം വന്നിരിക്കുന്ന ആ സൈഡാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഓൾഡ് മസ്കറ്റ് ഇതേപോലെ തന്നെ ഇവർക്ക് പൊളിച്ച് വേണമെങ്കിൽ മാറ്റാമായിരുന്നു. പക്ഷേ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ബിക്കോസ് ഈ ഒമാൻ എന്ന് പറയുമ്പോൾ കൂടുതൽ ട്രഡീഷണൽ ഹോൾഡ് ചെയ്യുന്ന കൺട്രിയാണ്. ഇപ്പം ദുബായ് എന്ന് പറയുമ്പോൾ കുറേ സ്കൈ സ്ക്രേപ്പേഴ്സ് വന്നാലും ഒമാനിൽ നിങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റില്ല. ദുബായ് ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ബഹ്റിൻ ആയിക്കോട്ടെ, കുവൈറ്റ് ആയിക്കോട്ടെ, കുവൈറ്റ് ഒഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് GCC കൺട്രീസ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുപരി എനിക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു നാട് തന്നെയാണ് ഒമാൻ. അപ്പം ഈ ഫ്രണ്ടിൽ കാണാൻ നിങ്ങൾ കണ്ടു, ഇതാണ് ഇവിടുത്തെ എന്താണ്, അറിയാത്തവർക്ക് ഞാൻ പറയുകയാണെ, അറിയാവുന്നവർക്ക് ഇവിടെ ഉള്ളവർക്ക് അറിയാം. നമ്മുടെ എന്താണ് എൽബോർഡ് വണ്ടിയല്ലടാ, ഇത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സമയത്ത് ഓടിക്കുന്ന വണ്ടിയാണ്. ഇത് ഓടിച്ചാണ് നമ്മൾ ഫുൾ പഠിക്കേണ്ടത്. ഈ വണ്ടിയൊക്കെ കാണുമ്പോൾ എനിക്ക് കുറേ മെമ്മറീസ് ഉണ്ട്. ലൈസൻസ്
ആൾക്കാരൊക്കെ കഷ്ടപ്പെട്ടത്. നമ്മൾ എക്സാമിന് വൈവയ്ക്ക് പോകുന്നതിനെക്കാട്ടിലും ടെൻഷനാണ് ഇവിടെ ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത്. സോ അത്രയ്ക്കും ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൾക്കാർ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ആക്സിഡൻറ്റ്സ് കുറവാണ്. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ വയലേഷൻസും ഇല്ല. ബിക്കോസ് ഇവിടുത്തെ റൂൾസും റെഗുലേഷനും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നു മത്രാലേക്ക്. ഓക്കെ, നമ്മൾ ഇപ്പോൾ മൈക്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സിഗ്നൽ അടിക്കും, പച്ചയാണോ? അല്ല, പോവാം. അയ്യോ, പച്ച 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 സംഭവം ഇവിടെ. ഇയാളെന്തോ ചെയ്യുന്നേ? ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ടോ. നമ്മളിങ്ങനെയൊക്കെ വേണ്ട ബാക്കി അടിക്കുന്നു. ഇതൊക്കെ വീഡിയോയിൽ എൻ്റെ അച്ഛൻ കണ്ടാൽ തീർന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐക്കോണിക് ലുലു ഹൈപ്പർ മാർക്കറ്റ്, മിസ്റ്റർ എം എ യൂസഫ് അലിയുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഈ ലുലുവിലാണ് നമ്മുടെ എന്താ പറയുന്നത് കുട്ടിക്കാലം ഒരു 30% ലൈഫും ഈ ലുലുവിൽ നമ്മൾ നടത്തി. എന്താ പറയുക, നമ്മുടെ പോയി വരലും. സോ ലുലു ഹാസ് എ ബിഗ് റോൾ ഇൻ അവർ ലൈഫ് ഇൻ GCC. നമ്മൾ ഈ വളർന്നതും ഈ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാം മസ്കറ്റ് എന്ന് പറയുമ്പോൾ ഹെറിറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഇത് കണ്ടോ, ഇത് ബിഗ്ഗസ്റ്റ് ഹെറിറ്റേജ് ഹിയർ. അത് ആ കമ്പോയിൽ ഇരിക്കുന്ന സാധനം അതാണ്. ഇവിടുത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് ഫോട്ടോസ് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ദാറ്റ് ഇസ് ദ ക്യാമറ. ഒരു ഫൈനൊക്കെ ഇവിടെ മിക്കവാറും 20 റിയാൽ 15 റിയാൽ ഇതൊക്കെ. സോ നമ്മളിപ്പം പോകാൻ പോകുന്നത് മത്ര. ഓക്കെ, മത്രയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. മത്ര ഇസ് ഓൾഡ് മസ്കറ്റ്. നമ്മളിപ്പോൾ കാണുമ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾ ഒരു കടൽ വരുന്നത് കാണും. അതുപോലെ തന്നെ അവിടെ മസ്കറ്റ് ഡോം കാണും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നൊസ്റ്റാൾജിയ വരുന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് ഇവിടെ വന്നും പോയും നടന്ന് നമ്മൾ എന്താ പറയുക, നാട്ടിലൊക്കെ ചിലർ പറഞ്ഞില്ലേ ഞാൻ കുട്ടിക്കാലത്ത് അവിടെ പോയിരുന്നു ഇവിടെ പോയിരുന്നു. അതുപോലെ എനിക്ക് പറയാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇതിപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് റൗണ്ട് അബൌട്ട് എന്ന് പറയുന്നത്. കണ്ട് 2 ഫിഷ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ, ഇതാണ് ഫിഷ് റൗണ്ട് അബൌട്ട്. നമ്മളിവിടെ ഫിഷ് റൗണ്ട് അബൌട്ട്, അതിൻ്റെ അപ്പുറത്ത് ഈ ഫിഷ് പോലെ കെട്ടി വെച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിപ്പോൾ പണ്ട് ഫങ്ഷനിങ് പോർട്ടായിരുന്നു. ഇപ്പോൾ റോയൽ ഫാമിലിക്കും പിന്നെ വരും തോന്നുന്നു. ബാക്കിയുള്ളതൊക്കെ സോഹാറിലെ പോർട്ടിലാണ് വരുന്നത്. ഇത് ഒമാൻ ഒരു പിക്ചർ ഫ്രെയിം പോലീസ് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ ലൈസൻസ്. നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. ബിക്കോസ് എപ്പോൾ ഇവർ നിർത്തി എന്ന് ചോദിക്കുന്നില്ല. യൂഷ്വലി ഇവിടെ ഇന്ത്യൻസിനെ സത്യം പറഞ്ഞാൽ നിർത്തി ചോദിക്കാറില്ല. ബിക്കോസ് അവർക്കറിയാം ഇന്ത്യൻസ് ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പക്കയായിട്ട് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലേക്കായിട്ട് ഫോളോ ചെയ്യുന്നത് കൂടുതൽ ഇവിടുത്തെ ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. ഇവിടെ പേടിയാ ഫൈൻ. ഇവർ കൂടുതൽ ഇവിടുത്തെ ROP ഒക്കെ നിർത്തുന്നത് വെച്ചാൽ ഒമാനീസിനെയാണ്. വെച്ചാൽ അവരായിരിക്കും അവരുടെ നാടാണല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ അവരായിരിക്കും ഇവിടെ നിയമങ്ങൾ ലംഘിച്ച് നടക്കുന്ന ആൾക്കാർ. ഓക്കെ, സോ നമ്മൾ ഇത് കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ഇത് എന്താണ് ഇവിടുത്തെ റോയൽ ക്രൂസ് ഷിപ്പ് എന്ന് പറയാം. അത് കിങ് ഓൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ മത്രാസൂക്ക്. ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. ഇതൊക്കെ പഴയത് ഒമാൻ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് കാണിക്കുന്നത് പിന്നെയും. പിന്നെ മത്രാസൂക്കിന്റെ ഉള്ളിലൊക്കെ നമ്മൾ പോയി കാണിച്ചു തരേണ്ടതായിരിക്കും. നമുക്ക് നേരെ പോവാം. ഈ നമ്മളെ ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ ഫോറിനേഴ്സും അവരൊക്കെ വരുന്നത് ഇവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ ഷിപ്പ് വന്ന് ഇറങ്ങി പോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒമാന്റെ മിക്ക എന്താ പറയുന്നത് ഹെറിറ്റേജ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പം ഊദ് ആയിക്കോട്ടെ, ബഹൂർ ആയിക്കോട്ടെ, പെർഫ്യൂംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് ഗ്രാമഫോൺ അങ്ങനത്തെ കുറേ ആൻറ്റിക് സാധനങ്ങളൊക്കെ വിൽക്കുന്നത് മത്രാസൂക്കിലേക്കാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഇലാം പാലസ്, അങ്ങോട്ടാണ് പോകുന്നത്. ഇലാം പാലസിൻ്റെ അടുത്തായിരുന്നു പണ്ട് ഞാൻ പറയാം ഈ റിഹാൽ വ്ളോഗ്സ് തുടങ്ങാനുള്ള കാരണം തന്നെ അവിടെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പോയി അവിടെ നിന്നാണ് നമ്മുടെ എന്താ പറയുക എല്ലാം സ്റ്റാർട്ട് തന്നെ ചെയ്തത്. നമ്മുടെ വ്ളോഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ. ഞാൻ നിങ്ങൾക്ക് ആ സ്ഥലം കാണിച്ചു തരാം. ഞാൻ പണ്ട് 2017 ഫസ്റ്റ് വ്ളോഗ് എൻ്റെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അടുത്ത് തന്നെ ഇട്ട് കാണിച്ചു തരാം. അവിടെ ഒരു പാലസ് ഉണ്ട്. സോ നമ്മളിപ്പോൾ പോകുന്നത് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിരിക്കും ഈ സ്ഥലങ്ങൾ. ഒമാനിലുള്ള ആരും ഈ സ്ഥലങ്ങൾ കാണാത്ത ആൾക്കാർ ആരും കാണത്തില്ല. ബിക്കോസ് മസ്കറ്റ് എന്ന് പറയുമ്പോൾ പണ്ട് ഇത്രേ ഉള്ളൂ ഒമാൻ എന്ന് പറയും. ഇപ്പോഴാണ് ബിൽഡിങ്സ് വന്നു, പാർക്സ് വന്നു, കുറേ കാര്യങ്ങളായി ഇൻഡസ്ട്രിയലൈസേഷൻ ഡെവലപ്മെന്റ് ആയി. പക്ഷെ പണ്ട് ഒമാൻ എന്ന് പറയുമ്പോൾ ഈ മല, ഈ പാലസ്, ഈ മത്ര, ഈ കോർണിഷ് ഇതേ ഉള്ളൂ. അപ്പം ലെറ്റ്സ് സീ ദാറ്റ്. ഈ കാണുന്ന ഇതാണ് ഇവിടുത്തെ റിയാം പാർക്ക് എന്ന് പറയും. നമ്മുടെ പഴയ പാർക്ക് ഓജി. പണ്ടൊക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും എന്താ പറയുക സന്തോഷകരമായിട്ടുള്ള സംഭവമൊക്കെ നടന്നിട്ടുള്ള ഈ റിയാം പാർക്കിൽ നമ്മൾ റൈഡ് കാണുന്നു, മറ്റേ ഡാഷ് കാറിൽ പോകുന്നു. പിന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഫുൾ മലകളാണ് കേട്ടോ. നിങ്ങൾ മലയുടെ ബ്യൂട്ടി, നേച്ചർ ബ്യൂട്ടി, സന്തോഷം കാണുന്നുണ്ടെന്നെങ്കിൽ നിങ്ങൾ ഒമാനിലേക്ക് വരും. നിങ്ങൾക്ക് ഹൈ സ്ക്രൈബേഴ്സും ലക്ഷറിയും. ഇവിടെ ലക്ഷറി ഇല്ലെന്നല്ല, ഇവിടെ ലക്ഷറി ഉണ്ട്. ബട്ട് ഇവിടുത്തെ ലക്ഷറീസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, നേച്ചർ ബ്യൂട്ടിയാണ്.
പക്ഷെ നിങ്ങൾക്ക് ശരിക്കും അൾട്രാ ലക്ഷറി ആണ് ഇപ്പം വലിയ വലിയ ജർമ്മനി പോലെ യൂറോപ്യൻ കൺട്രീസ് പോലെ വലിയ വലിയ പേപ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ടു ദുബായ്. അല്ലെങ്കിൽ ഒമാനിലും വരുന്നുണ്ട്. ഇനിയിപ്പം അൽഖയറും അവിടെയൊക്കെ എന്തൊക്കെയോ ഇൻവെസ്റ്റിഗേഷൻസ് ആയി പുതിയ വലിയ സാധനങ്ങളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. എനിക്ക് അറിയത്തില്ല. അയ്യോ എടാ ഇവിടെ എന്താ ഇവിടെ ഇവിടെ എത്രയാണ് ഇവിടെ അറിയത്തില്ല. സോ ദിസ് ഈസ് മസ്കറ്റ് ഗേറ്റ്. ഈ മസ്കറ്റ് ഗേറ്റ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് പണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഇതിന് മേളിൽ നമ്മൾ വ്ളോഗ് എടുത്തിട്ടുണ്ട്. ഇതിന് മേളിൽ ഒരു മ്യൂസിയം ഉണ്ട്. മസ്കറ്റ് ഗേറ്റ് മ്യൂസിയം എന്ന് പറഞ്ഞു. സോ ദിസ് ആൻഡ് ഓൾ നമ്മൾ കുറെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഞാൻ വ്ളോഗിൽ കാണിക്കുന്നു. ഞാൻ പിന്നെ ഇവിടെ വരാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പിന്നെയും ഈ സ്ഥലം കാണിക്കുന്നു വ്ളോഗിൽ. ഇവിടെയൊക്കെ പണ്ട് നമ്മളിവിടെ ഫുട്ബോൾ കളിച്ച് നടന്നിട്ടുള്ള സ്ഥലങ്ങളാട്ടോ ഇത്. ഇവിടെ മോസ്റ്റ്ലി എല്ലാം മിനിസ്ട്രി ബിൽഡിങ്സ്, അതുകൊണ്ട് നമുക്ക് ചിലതൊക്കെ എടുക്കാൻ പറ്റും, ചിലതൊക്കെ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊരു പള്ളിയാണ് ഇവിടുത്തെ. പണ്ട് നമ്മൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ മലയാളീസ് ഉണ്ട്. മലയാളീസ് തന്നെയാണ് ഇവിടെ കൂടുതലും താമസിക്കുന്നത്. മലയാളീസും തമിഴ് ഫാമിലീസൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു. ബിക്കോസ് എല്ലാവരും ഇവിടെ നിന്ന് മാറിപ്പോയി. കുറേയൊക്കെ വീടൊക്കെ ഇവിടെ ഒഴിപ്പിച്ചു ഗവൺമെൻറ്. ഇവിടുത്തെ ഇത് ബൈത്തുൽ സുബൈർ മ്യൂസിയം, പിന്നെ എന്താ പറയുന്നത്, വീടൊക്കെ ഒഴിപ്പിച്ചു. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം അടുത്ത് ഈ സ്ഥലം മൊത്തം ഓൾമോസ്റ്റ് ഡിഫൻസിൻ്റെയും മിനിസ്ട്രിയുടെയും കയ്യിലായി ഇപ്പം. എന്ന് വെച്ചാൽ ഇത് ഒന്നാമത് എക്കോ ടൂറിസം, മറ്റേ ടൂറിസവും എന്തൊക്കെയോ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കെട്ടുന്നതാണ് ഇവിടെ. രണ്ടാമത് ഇവിടെ എന്താ പറയാ, ഇവിടെ ഇപ്പൊ ഇനി ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഓൾഡ് സ്ഥലമേ ഉള്ളൂ. നമുക്കിപ്പോൾ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും കമ്പനീസൊക്കെ അവിടെ അതിൻ്റെ ഉള്ളിലേക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ എക്സ്പാറ്റ്സ് എല്ലാം ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ ഒഴിഞ്ഞു പോയി. ഇവിടെ ഇനി ഇവിടുത്തെ നാഷണൽസ് മാത്രമേ ഉള്ളൂ കുറച്ചൊക്കെ ഇവിടെ. അൽസൈദിയ സ്ട്രീറ്റ്, ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്കൂളുണ്ട് അൽസൈദിയ. പണ്ടെന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ വരുമ്പോഴുള്ളത് ഈ ഡേറ്റ് പാം ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഇങ്ങനെ എന്താണെന്ന് ഡേറ്റ്സ് ഇങ്ങനെ പിടിച്ചെടുക്കും. റമദാൻ സമയമാകുമ്പോൾ ചൂടത്ത് ഡേറ്റ്സ് പിടിക്കും. അപ്പോൾ പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഈ ലോണിലൊക്കെ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചു തരാം. ഉള്ളിലേക്ക് ഞങ്ങൾക്ക് പോയി കാണിച്ചു തരാം. ഹൗ ഡിഡ് റിഹാൽസ് ജേർണി സ്റ്റാർട്ട്. അല്ലെങ്കിൽ ഇതെന്തോടാ പുതിയത് വെച്ചിരുന്നത്, ക്യാമറയാണോ എന്തോ സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇത് ഫുൾ കൺട്രോൾഡ് ഏരിയ, അതുകൊണ്ട് ഇവിടെ ഒന്നും എന്തൊക്കെയാണ് വെക്കുന്നതെന്നും പറയാൻ പറ്റില്ല. ഈ കോഫി ഷോപ്പ് ഉണ്ട്. ഈ കോഫി ഷോപ്പിൽ നമുക്ക് കുറേ മെമ്മറീസ് ഉണ്ടടാ. പണ്ടുണ്ടല്ലോ ഇവിടെ വന്നിട്ട് അതുപോലെ സൺഡോപ്പും മറ്റേ അവിടെ ഒരു മദ്രസ ഉണ്ടായിരുന്നു. ആ മദ്രസ കഴിഞ്ഞിട്ട് പണ്ട് വരുമ്പോൾ ഇവിടെ നിന്ന് സൺഡോപ്പൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോകുന്നു. പണ്ട് ഞങ്ങളുടെ വീട് ഇതിനുണ്ട്. ഇതൊരു ഖബർസ്ഥാനാണ്. ഇവിടെ ഒരു പള്ളി. ഒമാൻ പഴയ ബിൽഡിങ്സാണ് ഇതൊക്കെ. നിങ്ങൾ കാണുന്നതൊക്കെ മിനിമം 100 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ബിൽഡിങ്സ് ഇവിടെ ഉള്ള. മിനിമം കണ്ടില്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ്. ഇവിടെയൊക്കെ വീടുകൾ ആരും ഇല്ല, ആരും താമസിക്കുന്നില്ല. പണ്ട് ഞങ്ങൾ താമസിച്ചത് ആ വീട്ടിലാട്ടോ. പണ്ട് ഈ ഇപ്പൊ വെള്ളപ്പെയിൻ അടിച്ചിരിക്കുന്നത്. ഇപ്പൊ ആ വീടൊക്കെ അടച്ചിട്ടേക്കുക. ഇവിടെ ഫംഗ്ഷനിങ് അല്ല, ആ വീടെല്ലാം പോയി അടച്ചിട്ടേക്കുക. ഇതൊക്കെ ഇവിടെയൊക്കെ ചിലതിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, ചിലതിലൊന്നും താമസിക്കുന്നില്ല. അത് കണ്ടില്ലേ, ഇതൊക്കെ പഴയ ഈ സ്ഥലം ഫുള്ള് ഇങ്ങനെ കളിച്ച് നടന്ന സ്ഥലമാണ്. നമുക്ക് ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയത്തില്ല അങ്ങനത്തെ. ഇവിടെ വലിയ ഇതൊക്കെ പഴയ റോയൽ ഫാമിലിയുടെ സ്വത്തുകളായിരുന്നു ഇതൊക്കെ. പിന്നെ അതിനുശേഷം അവർ പിറക്കി എല്ലാവർക്കും കൊടുത്തു. അതിനുശേഷം പിന്നെ ഇപ്പോൾ അത് പിന്നെയും ഡിമോളിച്ച്, പഴയ ബിൽഡിങ്സ് ആണ് ഡിമോളിച്ച്. പിന്നെ വലിയ വലിയ വീടുകളുണ്ട്. ആ വീടുകൾ മാത്രമാണ് ഇവർ സ്വന്തമായിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. ബാക്കി എല്ലാം പോയി. ഇതുകൊണ്ടോ അവിടെ ഒരു ഡോമൺ, ഈ ഇതിന്റെ മേളൊരു ചെറിയ ഫോർട്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവര്. ഇതൊരു വലിയൊരു ഖബർസ്ഥാന ഗ്രേവിയാടാണ്. ഇവിടെ അടിപൊളി. ഇവിടെ നിന്ന് അതിന്റെ അപ്പുറത്ത് കൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ സിതാബ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ബീച്ചുണ്ട്, അവിടെ എത്തും. ഈ പള്ളിയിലൊക്കെ നമ്മൾ സ്ഥിരം ഫ്രൈഡേ നിസ്കരിക്കാൻ, ജുമാ നിസ്കരിക്കാൻ വരും. ഇവിടെയൊക്കെ ഈ വീടുകൾക്ക് ഇപ്പോൾ വന്നു കേട്ടോ. പണ്ട് ഈ പള്ളി ഇല്ല. 2009 ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഈ പള്ളി കൺസ്ട്രക്ഷൻ നടക്കുന്നതേ ഉള്ളൂ. പിന്നെ ഏറ്റവും അടിപൊളിയുള്ള സമയം കാണിച്ചിരുന്നത് ഈ ഗ്രൗണ്ട് നിങ്ങൾ കണ്ടോ. ഈ ഗ്രൗണ്ടിന്റെ ഉള്ളിലാണ് പണ്ട് നമ്മളിവിടെ ഷുവ എന്ന് പറഞ്ഞ സംഭവം, ഒമാനി മന്തി പോലെ ഒമാനി ഡിഷാണ്. ഷുവ ഉണ്ടാക്കാൻ വേണ്ടി വലിയൊരു തീക്കോളം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. ആ തീക്കോളത്തിനുള്ളിൽ ഇവര് ആട് പെരുന്നാളിന് എനിക്കൊരു 10 ദിവസം മുമ്പോ അതോ പെരുന്നാളിന് 3-4 ദിവസം മുമ്പ് എങ്ങാണ്ട് ഇടും തോന്നി. ഇട്ടിട്ട് 3 or 4 days അതിന്റെ ഉള്ളിൽ കിടക്കും. ആട് കിടന്നിട്ട് കുക്കായിട്ട് അതിനുശേഷം ഇവരെടുക്കും. ആ ഇതിന്റെ ഉള്ളിൽ ഓല നിറച്ച് അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതിന്റെ വലിയൊരു ബെല്ല് ഇതിനുള്ളിലുള്ളത്. ഇത് പണ്ട് പ്ലേ ഗ്രൗണ്ടിൽ അതിന്റെ വെല്ല് ഇതിനുള്ളിലാണ്. ഞാൻ നിങ്ങൾക്ക് ഞാൻ റിഹാൽ എന്താ പറഞ്ഞത്, റിഹാൽ എന്നല്ല, എന്റെ സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഫാമിലി അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ലൈഫ് ഇങ്ങനെ നിൽക്കുന്നതിൽ ഒന്ന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് വി സ്ലോലി ഡെവലപ്ഡ് ആയിട്ട് നമ്മളിപ്പം ഇവിടെ നിൽക്കുന്നത്. വി ഫീൽ റിയലി പ്രൗഡ് ബിക്കോസ് ഈ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് പുറത്തിറങ്ങാം. എടാ പാർട്ടി നിൽക്കാം. ഭയങ്കര പഴയത്. എനിക്കൊന്ന് 100-150 വർഷമൊക്കെ പഴക്കമുള്ള ഈ ബിൽഡിങ്സ് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക്. ഈ മറ്റേ സിമെന്റിന്റെ ബ്ലോക്കൊന്നും അല്ല, ചിലതൊക്കെ മറ്റേ മണ്ണിന്റെ ഇത് വെച്ചൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കൊച്ചു കൊച്ചു വീടാണ്. ഞാൻ പക്ഷേ എന്തായാലും ഞങ്ങളുടെ വീട് എന്തായാലും നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു നിങ്ങൾ കാണേണ്ടിയിരുന്നു. ബിക്കോസ് നമ്മൾ ഈ വീഡിയോ കാണുന്ന പല പ്രവാസികൾക്കും അവരുടെ ഇത് കാണുന്നത് വെച്ചാൽ പണ്ട് അവരിപ്പം ഇപ്പോഴത്തെ സ്റ്റേജ് എങ്ങനെയാണോ പണ്ട് ഒരു 10-20 വർഷം മുമ്പ് വന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയ കുറേ പ്രവാസികളുണ്ട്. അവരുടെ സ്റ്റാർട്ടിങ് അവരെങ്ങനെയായിരുന്നു നാട്ടിലോ മസ്കറ്റിലോ വന്ന് ജീവിച്ച, അല്ലെങ്കിൽ ദുബായിലോ ഗൾഫിലോ വന്ന് ജീവിച്ചതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക അറിയാൻ പറ്റും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ എങ്ങനെയാണോ പണ്ടത്തെ ഇങ്ങനെയാണോ. ഒരു ഫുൾ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഞാൻ താമസ സ്ഥലം മേഖലയിലാണ്. പണ്ട് ഇതിൻ്റെ വാടക എന്ന് പറയുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് 30 റിയാലുള്ളൂ ഇവിടെ ഒരു മാസം വാടക എന്ന് പറയുമ്പോൾ. പണ്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ ഏകദേശം ഒരു 3-4 വർഷം താമസിച്ചിട്ടുണ്ട്. ഈ വീട് കൊച്ചു വീടാണെങ്കിലും നമുക്ക് എന്തൊരു സമാധാനം എന്തൊരു സന്തോഷമായിരുന്നു അറിയാം. എനിക്കൊന്ന് ഞാനൊരു ഏകദേശം ഒരു 3-ാം ക്ലാസ് വരെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി മേലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തന്നെ കാണാം. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഉണ്ടോ ആ ഒരു സ്ട്രീറ്റിലേക്ക് പിടിപ്പിച്ചേക്കുന്നത് കണ്ടോ. ഇവിടെ ഇപ്പോൾ സ്ട്രീറ്റിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. സോ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടില്ല ഇവിടെ മൊത്തം. സോ ദിസ് വാസ് ആർ സ്റ്റോറി. നമ്മളിവിടെ വന്ന് ഇത്രയും നാൾ വളർന്നു, കഷ്ടപ്പെട്ടു, എന്താ പറയുന്നത്, ദീസ് ഓൾ ലോങ് സ്റ്റോറീസാണ്. നമ്മൾ ഇങ്ങനെ വന്നു ഡെവലപ്പായി. അപ്പം നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന പ്രവാസികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ജേർണി എങ്ങനെയായിരുന്നു, ഇപ്പോൾ അവരെങ്ങനെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ അവരെങ്ങനെയാണ് ഉള്ളത്, മുമ്പ് അവരെങ്ങനെ ആയിരുന്നു, എങ്ങനെയാണ് ഗൾഫിൽ വന്നതും അതെല്ലാം. എന്തായാലും നമുക്ക് ഇനി ബാക്കി മത്രയെ കാണാം. ഇവിടെ നിന്ന് വീട് ഇപ്പം ആരും ഇല്ലടെ. ഇവിടെ ഒന്നും പണ്ടൊക്കെ ഞങ്ങളുടെ സ്കൂളിലെ ബസ് അവിടം വരെ വരും. അതിനുശേഷം ഈ വന്നിട്ട് പിന്നെ അവിടെ സ്കൂളിൻ്റെ ബാഗ് വിട്ട് വലിഞ്ഞ് കയറി ഇത്രയും സ്റ്റെപ്പ് കയറി അങ്ങ് ടോപ്പ് വരെ പോയാൽ വീടെത്തും. ഏറ്റവും വിഷമമായ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ലുലു പോയി സാധനങ്ങൾ മേടിക്കുമ്പോഴാണ്. അയ്യോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് നമ്മൾ ചെറുതാ, എൻ്റെ ഉമ്മയും അപ്പൊക്കെ സ്ട്രഗിൾ ചെയ്തെന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, യു ഹാവ് ടു ശരിക്കും അന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പണ്ട് ഇവിടെ വരെയൊക്കെ വണ്ടി നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ മാക്സിമം അതിൻ്റെ അവിടം വരെ വണ്ടി നിർത്താം. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ലുലുവിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വലിച്ച് കയറി അങ്ങ് മേളിൽ വരെ എത്തണം. ബട്ട് അൽഹംദുലില്ലാ നൗ പക്ഷേ ഈ സ്ട്രഗിൾ ത്രൂ പോയതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത് നല്ലൊരു സന്തോഷം ഇപ്പം നമുക്ക് പറയാനുണ്ട്, സ്റ്റോറീസ് പറയാനുണ്ട്. നമുക്ക് എന്തായാലും കാണാം. വന്നേക്കുക. ഇതും എൻ്റെ ഞാൻ ഇപ്പോൾ കാണിച്ച വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. എന്തായാലും ഇങ്ങനെ കാണിച്ചു തരാം. നല്ല ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റൊക്കെ വരുന്ന സ്ഥലം കേട്ടോ അത്. നമുക്ക് കാണാൻ പറ്റും മേളിലൊക്കെ. എടാ ഇത് ഏത് നാട്ടുകാരടാ? മറ്റേ മിയോ മിയോ അതാണോ? മിയോ 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 അതാന്ന് തോന്നുന്നു. അത് തന്നെ. ഓ നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പം ഏകദേശം നല്ല ചൂട്. ഇത് നിങ്ങൾ കണ്ടില്ലേ, അതാണ് നമ്മുടെ പാലസ്. ഇത് നമ്മൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് ആ സൈഡിൽ ഞാൻ കാണിച്ചില്ല. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് എവിടെ വെച്ചാണ്. ഇപ്പം ഉണ്ടോന്ന് അറിയത്തില്ല. പണ്ടൊക്കെ നമ്മളിവിടെ കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഫുള്ള് തത്തകളാടാ. എന്ത് രസം അറിയോ കാണും. അവിടെ അതന്നെ ആ ബാനിൻ ട്രീ കണ്ടോ, അതിനുള്ളിൽ ഫുൾ തത്തകളായിരിക്കും അതിൻ്റെ ഉള്ളിൽ. പണ്ട് എന്നിട്ട് ഈ ഒമാനിപ്പിള്ളതൊക്കെ എന്തിനാ സൺഡോപ്പില്ലേ, ഈ സൺഡോപ്പിൻ്റെ ജ്യൂസ് ഇങ്ങനെ ഊതുവേ, കുടിച്ച ശേഷം ഇങ്ങനെ ഊതി വീർപ്പിച്ചിട്ട് പണ്ട് നമ്മളും ചെയ്യുമായിരുന്നു. എന്നിട്ട് ഇന്റർലോക്കിന് ഇടയ്ക്ക് വെച്ച് ടപ്പ് എന്നൊരു പൊട്ടിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര നല്ല ശബ്ദം വരും. ആ ശബ്ദം പേടിച്ച് ഒരു ബാനിട്രി ഉണ്ട്, അവിടെ പോയിരിക്കും. നല്ല പകുതി മുക്കാലും ഉണങ്ങിപ്പോയി. ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പണ്ട്. അടച്ചിട്ടേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അടച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഈ 5-6 വർഷം മുമ്പ് ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല റീച്ച് ഒന്നും ഇല്ല. അത് സത്യം പറയാം. എൻ്റെ വീഡിയോസ് ആകെ 200 പേര് തികച്ച് കണ്ടു. പക്ഷേ സ്റ്റിൽ എൻ്റെ ലൈഫ് ഡെവലപ്മെൻ്റ് ഉണ്ട്. എന്തായാലും ഞാൻ ഈ വീഡിയോ തുടങ്ങിയിട്ട് ഞാൻ കുറേ ട്രാവൽ ചെയ്തു, കുറേ കാര്യങ്ങൾ കണ്ടു. എക്യുപ്മെൻറ്റ്സ് ഞാൻ അന്ന് ഒരു ചെറിയ ഫോൺ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ എക്യുപ്മെൻറ്റ്സ് കൂടി, മൈക്ക് മേടിച്ചു, അത് മേടിച്ചു. റീച്ച് ഇസ് നോട്ട് ഇൻ മൈ ഹാൻഡ്. ഞാനിത് എല്ലാം ഇടുന്നത് എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയാണ്. നാളെ റീച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് ഇരുന്ന് കാണാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇടുന്നത്. റീച്ച് വേണം, റീച്ച് അങ്ങനെ വേണമെന്നല്ല. സോ നിങ്ങളിത് കണ്ടോ, ഇതാണ് നമ്മുടെ പാലസ്. നമ്മൾ സ്റ്റാർട്ടിങ് ഒരു എൻ്റെ വർഷത്തിന് മുമ്പുള്ള വീടെടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുന്നത്.
വീഡിയോ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുന്നത്. പണ്ട് അപ്പം എനിക്കൊന്ന് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അന്ന് കോവിഡിൻ്റെ ടൈമായിരുന്നു. ഇതാണ് ഇവിടുത്തെ അലാം പാലസ്, നമ്മുടെ ഫോർമർ സുൽത്താൻ്റെ പാലസായിരുന്നു. എന്തായാലും നമ്മൾ കാണാം, നല്ല ചൂടുണ്ട് ഇവിടെ. ഇപ്പം എനിക്കൊന്ന് 30-37 ഡിഗ്രി ഇല്ലേ, 40 ഡിഗ്രി കാണും. നല്ല ചൂടുണ്ട്, 4:30 ആയതേ ഉള്ളൂ. നല്ല ചൂടുണ്ട്. ഒന്നാമത് ഇവിടെ ചൂട് വരാൻ കാരണം ഭയങ്കര മലകളാണ്. അങ്ങ് ഈ കംപ്ലീറ്റ് മലകളായിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡ് കടല. നമ്മൾ അവിടെ നിന്ന് ഒരു ഷിപ്പ് കണ്ടില്ലേ, ആ ഷിപ്പ് ഇപ്പം മൂപ്പർക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കടലിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് പുറകിൽ ഡോക്ക് ചെയ്യും. ആ ഡോക്കിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഉള്ളിലേക്ക് കുറേ നടന്നു പോകണം. ആ നടന്നു പോകാനുള്ള സ്റ്റാമിന എൻ്റെ അടുത്തില്ല ഇപ്പം. ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം അത് എപ്പോഴെങ്കിലും. സോ പാലസ് അടിപൊളി. ഇവിടെ പണ്ട് ഇവിടെ റോഡായിരുന്നു, ഓർമ്മയുണ്ടോ നിനക്ക്? മറ്റേ റെഡ് ഓക്സൈഡ് ഇട്ട റോഡായിരുന്നു പണ്ട്. പണ്ട് ഈ രാജാവൊക്കെ വരുമ്പോൾ 2 സൈഡിലും ഫുള്ള് കുതിരകളും വണ്ടികളും മറ്റേ വലിയ വലിയ വണ്ടികളൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ ഇവിടെ എൻട്രി എങ്ങനെയായിരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ടൊക്കെ സ്ട്രെയിറ്റ് ഡയറക്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നാഷണൽ മ്യൂസിയം. അവിടെ ഇതേ ഫ്ലാഗ് ഉണ്ടോ അവിടെ? ഇപ്പോൾ കാണാൻ പറ്റില്ല, കൺസ്ട്രക്ഷൻ നടക്കുക. അവിടെയൊക്കെ നാഷണൽ മ്യൂസിയം. പക്ഷെ ഇപ്പം എന്തൊക്കെ അതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇത് വന്ന് ഞാൻ 2ാമത്തെ വേർഷൻ ഷൂട്ട് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അന്ന് എനിക്ക് വെറും 11 സബ്സ്ക്രൈബേഴ്സ്, ഇപ്പോൾ എനിക്ക് വെറും 255 സബ്സ്ക്രൈബേഴ്സ്. സ്റ്റിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാറില്ല, അതും വേറെ കാര്യം. പക്ഷെ എന്തായാലും ഇത് ഞാൻ ഇങ്ങനെ വന്നിട്ട്, അതും അന്ന് ഞാൻ എൻ്റെ അനിയനായിരുന്നു എൻ്റെ ക്യാമറമാൻ. ഇന്ന് ഞാൻ സ്പെഷ്യൽ ക്യാമറമാൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തില്ല ഇത്രയും ഇതായിരിക്കും. സോ എന്തായാലും ഇവിടെ കൂടുതൽ നിന്നാൽ നമ്മൾ കരിവളിച്ച് പോകും. ചൂടാണ് ഭയങ്കര. നമുക്ക് എന്തായാലും തിരിച്ച് പോകാം. തിരിച്ചു പോയിട്ട് ഞങ്ങൾക്ക് ബാക്ക് സൈഡ് പോയി കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. അവിടെ നിന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. ഇന്നിപ്പം തിരക്ക് കുറവാണ്. അല്ലെങ്കിൽ സീസൺ വരുമ്പോൾ ഇവിടെ മൊത്തം കൂടാ ഫോറിനേഴ്സിൻ്റെ. ഇറ്റലി, ഫ്രാൻസ്, മറ്റെവിടെ ജർമ്മനിയിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്ന് നമ്മുടെ നാട്ടിൽ ബംഗാളികൾ സിമെൻറ്റ് പണിക്ക് വന്ന് ഇറങ്ങത്തില്ല, അതേപോലെ വന്ന് ഇവിടെ ഇറങ്ങുന്നത്. അത്രയ്ക്കും ടൂറിസ്റ്റ് റിച്ച് ആയിട്ടുള്ള സ്ഥലമായത് നമ്മുടെ എന്താ പറയുന്നത് അറേബ്യൻ പെനിൻസുലല്ലേ. എന്തായാലും നമുക്ക് എന്തായാലും അസറസ്കരിച്ചിട്ടോ ബാക്കി വീഡിയോ ഇത് കയറ്റമാണ്. എനിക്ക് പേടി, വണ്ടിയിൽ ചാർജ് ഇല്ല. 171 കിലോമീറ്റർ പോകും. എന്നാലും എനിക്കൊരു റേഞ്ച് ആൻസൈറ്റി. വല്ല നടു റോട്ടിൽ കിടന്നു പോയ പണിയാണ്. എടാ അന്ന് എന്തായെന്നറിയോ, അന്ന് ഈ വണ്ടി ഞാൻ അവിടെ പോയിട്ട് ഇതിൻ്റെ അടുത്ത് പപ്പ പറഞ്ഞു 100 കിലോമീറ്ററിന് അടിയിൽ വരുത്തരുത്, ഒരു റിസ്ക് എടുക്കണ്ട, നീ ചാർജ് ചെയ്യുന്ന പറഞ്ഞേ. ഞാനാണെങ്കിൽ വലിയ ഇതിൽ 1 കിലോമീറ്റർ അല്ലേ പറഞ്ഞു. ഞാൻ മറ്റേ അവിടെ നിന്ന് ഇറങ്ങി, എൻ്റെ കുറച്ച് പണി ഉണ്ടായിരുന്നു. അത് പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി എക്സിറ്റ് എടുക്കണമല്ലോ, ഗാല എക്സിറ്റ്. മറ്റേ എക്സിറ്റ് ഞാൻ വലിയ ഇതിൽ ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ ട്രാഫിക്കിൽ ഞാൻ ഭയങ്കര ഇതിൽ നമുക്ക് എയർപോർട്ടിൻ്റെ അടുത്ത് ഫാസ്റ്റ് ചാർജർ ഉണ്ട് 180 കിലോവാട്ടിൻ്റെ. 180 കിലോവാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 45 to 50 മിനിറ്റ്സിനുള്ളിൽ വണ്ടി ഫുൾ ചാർജായി കിട്ടും. ഇപ്പോൾ ഒരു 30% കുത്തുവാണെങ്കിൽ. അപ്പോൾ ഞാൻ ആ ഒരു ധൈര്യത്തിൽ ഞാൻ അന്ന് 10% ഉള്ളൂ ചാർജ്. അപ്പോൾ അവിടെ നിന്ന് എയർപോർട്ട് വരെ ഏകദേശം ഒരു 15-20 കിലോമീറ്റർ കാണും കഷ്ടിച്ച്, അത്രേ കടന്നുള്ളൂ. ഞാൻ ധൈര്യത്തിൽ പോയി. ഞാൻ എക്സിറ്റ് തെറ്റിപ്പോയിടാം എടുത്തത്. എക്സിറ്റ് തെറ്റിയിട്ട് ഞാൻ ഏകദേശം അതിൻ്റെ റേഞ്ച് എനിക്കൊന്ന് 30-40 കിലോമീറ്റർ റേഞ്ച് കാണിക്കുമായിരുന്നു. അത്രയും വണ്ടി പോകുന്നു പറഞ്ഞു. ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ച് ഈ സാധനം വണ്ടി നടു റോട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റേതാണെങ്കിൽ ഫ്യൂവൽ ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ഫ്യൂവൽ ചെയ്യാൻ, ഇതെങ്ങനെ ചാർജ് ചെയ്യും, ആരെയും വിളിക്കാനും പറ്റത്തില്ല. അതും ഇവിടെയൊക്കെ വണ്ടി നടു റോട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോലീസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, വന്ന് ഫ്യൂവലൊക്കെ ചെയ്തു തരും. അതേപോലെ ഫൈനും എഴുതി കൈ തരും. പണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ പറ്റിയത്. എന്നിട്ട് പോലീസ് വന്നിട്ട് പറഞ്ഞ വണ്ടി മറ്റേ ഇവരുടെ തന്നെ പിക്കപ്പ് വെഹിക്കിൾ ഉണ്ട്, അതിൽ നമ്മൾ പെട്രോൾ അവർ എല്ലാ സെറ്റപ്പും ഉണ്ട് അവരുടെ ഇതിൽ. വന്നിട്ട് അവർ റീഫ്യൂൽ ചെയ്ത് ഫുൾ ടാങ്ക് അടിച്ച് തന്നിട്ട് ഒരു ഫക്കൂറ വന്നിട്ട് അവർ പോയി 50 റിയാൽ ഫൈൻ, വണ്ടി നടറോട്ടിൽ നിന്ന് പോയതിന്. അപ്പം അത് ഭയങ്കര റിസ്ക്കിയാണ്. അതുകൊണ്ട് നമ്മൾ ആ റിസ്ക്. എന്നിട്ട് ഞാൻ 5 കിലോമീറ്റർ ബാക്കിയുള്ളപ്പോഴാണ് കൊണ്ടുപോയി കുത്തിയത്. അന്ന് ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ചു. ഇത് നിങ്ങളല്ല സൈഡിൽ, ഇതാണ് നമ്മുടെ ഡോൾഫിന് പോകും, ഡോൾഫിൻ വാച്ചിങ്ങിന് പോകും. അപ്പൊ ഇവിടെയാണ് ആ ഷിപ്പല്ല ആ ഒരു എന്താ പറയുക യാച്ച വരുന്നത്. എന്നാലും ഈ ഇത് കണ്ടോ, 2 സൈഡും മലകളാ. മറ്റേ നിങ്ങൾ ഈ മറ്റേ ഇത് മൂവിയിൽ കാണുന്നില്ലേ, മറ്റേ ആസിഫ് അലിയുടെ പുതിയ കൊർഫക്കാൻ എന്ന് പറഞ്ഞ സിനിമ, കൊർഫക്കാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം അവിടെ അത് ഒമാന്റെ ഒരു ഭാഗമായിട്ട് തന്നെ അതും വരും. ദുബായിന്റെ ഭാഗമാണ്, പക്ഷെ ഇത് ഒമാന്റെ ഒരു പിക്ചറൈസ് പോലെ വരുന്നത്. വെച്ചാൽ ഒമാനിൽ എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെയാ, ഫുൾ മലകളും. പിന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ മലയുടെ ടെക്സ്ചർ മാറുന്നല്ലാതെ മലകളുണ്ട്, എന്തായാലും ഡെസേർട്ടും ഉണ്ട് മലകളും ഉണ്ട്. അല്ലാതെ ദുബായ് പോലെ ബാരൻ ലാൻഡ് അല്ല ഒമാൻ.
എന്തായാലും നിങ്ങൾ 2 സൈഡിലും മല. ഇവിടെ മൊത്തം പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ബോട്ട് അല്ലെ ഷിപ്പ് അതൊക്കെ നമുക്ക് ഇതെടുക്കാം, റെന്റിന് എടുക്കാം. ഷിപ്പല്ല, ചെറിയ യാത്രി ഷിപ്പ് റെന്റിന് എടുക്കാം. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വണ്ടികൾ വരുക. പിന്നെ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കാണാൻ പോകുന്നുണ്ടല്ലേ, 2 സൈഡും മലകളാണ്. ബ്യൂട്ടിഫുൾ ആണ് നോക്കിയാൽ. ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻസിനൊക്കെ ഇത് വന്ന് കാണുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം കേട്ടോ. ഇതൊക്കെ എന്തുവാന്ന് അവർ നിന്ന് നോക്കിയിട്ട് പോകുന്നത് അവിടുത്തെ ആൾക്കാർ. ഇത് അവിടുത്തെ ROP നമ്മുടെ റോയൽ ഒമാൻ പോലീസിൻ്റെ എന്തോ പോലീസ് സ്റ്റേഷനും പ്ലസ് ഹെലിപാഡ് എന്തൊക്കെയൊക്കെ ഉണ്ട്. മലകൾ എന്തായാലും അടിപൊളി. അവിടെ ഒരു ക്ലോക്ക് ടവർ നിങ്ങൾ ശ്രമിച്ചു, അതാണ് നമ്മുടെ പാർലമെന്റ്. ഞാൻ പാർലമെന്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് ക്യാമറാസ് ആട്ടോ. ഇവിടെ ഹിഡൻ ക്യാമറയുണ്ട്, അല്ലാത്ത ക്യാമറയുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്പീഡ് ഒരു ഏകദേശം ഒരു 80-60 മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ എവിടെ ഫൈൻ അടിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഫൈൻ വന്നാൽ ചില സമയത്ത് പല ക്യാമറയ്ക്ക് പല ഫൈനാണ്. ഈ റോട്ടിൽ നമ്മൾ പോയി അടിക്കുന്ന ക്യാമറയ്ക്ക് 10-15 റിയാല ഫൈൻ വരുന്നുണ്ട്. ചിലതൊക്കെ അടിക്കുമ്പോൾ 20-30 വരുന്നതാണ്. സോ എന്തായാലും നമ്മൾ ഇനി പാർലമെന്റ് കാണാൻ പോകും. അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ അൽബുസ്ഥാൻ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു 5 സ്റ്റാർ ഹോട്ടലുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. 2 മലകളുടെ ഇട. അപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡ് നേരെ കാണുന്ന അവിടുത്തെ ഏതോ മിനിസ്ട്രി ബിൽഡിംഗ് ആണ്. നമ്മളുടെ റൈറ്റ് സൈഡ് നിങ്ങൾ നോക്കൂ. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ പാർലമെന്റ്. ഈ ടിൻഡ് ഇട്ട് ഇവിടെ നിന്ന് കാണിക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടുത്തെ പാർലമെന്റാ. ഇത് കണ്ടോ നിങ്ങൾ? അവിടെ ആ റൗണ്ട് ബോട്ടിൽ തന്നെ പഴയ ഒരു ബോട്ട് വെച്ചിട്ടുണ്ട്. ബോട്ടല്ല, ഒരു കപ്പൽ ഷിപ്പ് വെച്ചിട്ടുണ്ട്. ഒരു വുഡൻ ഇതിലുണ്ടാക്കി. അത് പഴയ ഉണ്ടായിരുന്നു, അവർ റീഫർബിഷ് ചെയ്ത് ഇപ്പോൾ റൗണ്ട് ബോട്ടിലാക്കി വെച്ചേക്കുക. ഇത് ഫുള്ള് പാർലമെന്റ് ആട്ടോ. ഇവിടുത്തെ പാർലമെന്റും പിന്നെ ഇത് ഫുൾ സത്യം പറഞ്ഞാൽ കൺട്രോൾഡ് ഏരിയ ആണ്. വണ്ടി വരുന്നുണ്ടില്ല. ഇത് ഫുൾ കൺട്രോൾഡ് ഏരിയ ആണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഇതൊന്നും ഇല്ല. നമ്മൾ ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരു സർക്കിളിനുള്ളിൽ ഇങ്ങനെ കറങ്ങി ഇതിപ്പോൾ നമ്മൾ പോകുന്ന വാദി കബീർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിപ്പോൾ വന്ന് റൂയി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സർക്കിളാണ്. ഒരു സർക്കിൾ ഇങ്ങനെ കറങ്ങി പിന്നെ എക്സ്പ്രസ് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പോയി കുറം, മൽപ്പേർ, ഗാല, മവേല, സീബ അങ്ങനെ പോകുന്നതാണ്. നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചയെല്ലാം കാണിച്ചത്. ഇനിയിപ്പം ഇത് ഇവിടെ ഫുൾ മലകളായിരുന്നു. ഈ മലകളൊക്കെ ചെത്തി ഉണ്ടാക്കിയ റോഡായത്. പക്ഷേ നിങ്ങൾ നോക്കിയ 2 സൈഡും മലകളാണ്. ഈ 2 സൈഡ് മലകളും എന്ന് പറഞ്ഞാൽ പൊട്ടിച്ച് നേരെ റോഡ് അങ്ങറ്റത്ത് ഉള്ളിലൊരു സിറ്റി ഉണ്ട്. ഉള്ളിലൊരു സിറ്റി ഉണ്ട്. എന്നാലും നമുക്ക് പോയി നോക്കാം. ഇതിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ മേളിൽ ഇത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതാണ് ഇവിടുത്തെ ബീച്ച് റിസോർട്ട്. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 80 ആണെന്ന് തോന്നുന്നു. 100 ഇവിടുത്തെ. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 100. അതുകൊണ്ട് നമുക്ക് എന്നാലും കൺട്രോൾ ആയിട്ട് പോകാം. ഫൈൻ അടിച്ച കന്താപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇത് ഇവിടെ കണ്ടോ, ഫോൾസ്. ഇതിവിടെ മല, ഇവിടെ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെക്ക് റൗണ്ട് ബോട്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. പക്ഷെ ഭയങ്കര ചൂടാട്ടോ. ഇവിടെ എന്താ വരുന്നല്ലോ, എന്തോ റിസോർട്ടോ എന്തോ വരുന്നുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട് ഇവിടെ. നമ്മളെന്തായാലും ഇവിടെ നിന്ന് നേരെ പോകുന്നു മുകളിലേക്ക്. നല്ല ഇപ്പൊ ഈ ചൂട് സമയത്തായതുകൊണ്ട് നമ്മള് നല്ല രീതിയിൽ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ വെരി ഡിഫിക്കൽട്ട്. ഡീഹൈഡ്രേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മളിനി നടന്ന് അങ്ങോട്ട് പോയി താഴെ ഇറങ്ങുമ്പം നമുക്ക് 2 സൈഡിലും കുതിരകളുള്ള 2 സ്റ്റാച്ചു കിട്ടും. ഇതാണ് വാദി കബീർ സ്റ്റാർട്ടിങ് എന്ന് പറയാം. വാദി കബീർ ഇവിടെ നിന്ന് തുടങ്ങുന്നത്. ഇതും പഴയ ഇത് തന്നെ. ഇതും പഴയ എന്താ പറയാ, മസ്കറ്റ് എന്ന് പറയുമ്പം ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ആ 2 ഫ്ലാഗ് വിട്ട് 2 കുതിരകളൊക്കെ കണ്ടില്ലേ. ഇവിടെ എത്ര 80 സ്പീഡ്? 100 കുഴപ്പമില്ല. കണ്ടില്ലേ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാൽ. ഇത് ഇങ്ങനെയാണ് ഇവർ പ്രിസർവ് ചെയ്തേക്കുക. ഇവർ കുറച്ച് റീഫർബിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ക്യാമറ വന്നല്ലേ, പണ്ട് ഇവിടെ ക്യാമറ ഇല്ലായിരുന്നു. പുതിയ കോലൊക്കെ കൊണ്ട് പിടിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ എപ്പോഴാണ് ഫൈൻ അടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇതെല്ലാം എന്ന് പറയുന്നത് കുറേ ഓർമ്മകൾ നമുക്ക് എന്താ പറയുക, പഴയ കുറേ ഓർമ്മകൾ കിട്ടാനുള്ള ഇതുണ്ട്. സെറ്റ് വണ്ടി G-Wagon. ഇത് G63 ആണെന്ന് തോന്നുന്നല്ലേ, ആണോ? നമ്മളിപ്പോൾ വണ്ടി ചാർജ് ചെയ്യാൻ വന്നേക്കോ. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൽ കണ്ടൊരു കാഴ്ച. അവളുടെ നമ്പറും 6000 999
3.9 ആണോ നമ്പറും? ആ വണ്ടിയെക്കാട്ടിലും 2 മടങ്ങ് 3 മടങ്ങ് വില കാണും ആ നമ്പറിന് തന്നെ. എന്തായാലും നമ്മളിവിടെ വണ്ടി ചാർജ് ചെയ്യുന്നു. അടിപൊളി കാഴ്ചയാണ് ഇവിടെ. ഫ്രണ്ടിൽ ഒരു LX 600 ആണെന്നല്ലേ, അതെ, ഷെല്ലിൻ്റെ പെട്രോൾ പമ്പ്. ഇപ്പം നല്ല സ്പീഡിലാണ് ചാർജ് കയറുന്നത്. 69 kW. നമ്മൾ 18 കൊണ്ടാണ് കൊത്തിയത്. ഇപ്പം ഒരു 10 മിനിറ്റ് പോലും ആയി 27 കയറി. സാമ്പിളിന് കൊണ്ടുവരുമോ? എല്ലാ ജ്യൂസിന്റെ സാമ്പിൾ ആണോ? ഫ്രീ ആയിട്ട് ജ്യൂസ് അത് കുടിച്ചിരുന്ന ആൾക്കാരുണ്ടോ? അത് പക്ഷെ മോശമാട്ടോ, അത് മേടിക്കണം. ചെറിയ കുഞ്ഞൊരു ജ്യൂസ് അല്ല. സാമ്പിൾ കുടിക്കുന്നത് വയറുന്നറിയോ? ഇഷ്ടംപോലെ സാമ്പിൾ ആണോ? അല്ലേ നമ്മുടെ നാട്ടിലൊരു കടയിൽ കയറി ജ്യൂസ് കുടിക്കാതെ സാമ്പിൾ താന്ന് വെച്ചാൽ ഓടിക്കുന്നില്ല നമ്മളെ. ഇതെന്തോ സ്മൂത്തി ആണോ ജ്യൂസാണോ? സ്മൂത്തി അല്ലേ? ആ ഇത് കൊള്ളാം കേട്ടോ. ഇത് കൊറമിൽ ഫ്രീ പ്രൊമോഷൻ. കൊറമില് കുപ്പി കൊണ്ട് വരുന്നതാണ്. അതന്നെ കാവ കപ്പ് കൊള്ളാം കേട്ടോ. ശുക്രാൻ. ഇതെന്താ ഇവിടെ പല കളർ റെയിൻബോ കളറിലുണ്ടല്ലോ. ബ്ലൂ, നീല എടുക്കാം. നീല ഇതുവരെ കുടിച്ചിട്ടില്ല. ഇത് കളർ മിക്സ് ചെയ്താണോ? ബബിൾ കമ്മിന്റെ ആണോ? കുടിച്ചു നോക്കട്ടെ. എന്തോ അത് ഇത് കണ്ടോ ഗൈസ്, ഈ കടയിൽ വന്നിട്ട് ഒരു ജ്യൂസ് മേടിച്ച് എന്തൊക്കെ സാധനം ഫ്രീ ആയിട്ട് കിട്ടി നോക്കി. 3 ടൈപ്പ് ജ്യൂസ് ആണ്. ഇപ്പൊ ഇതെന്തുവാണ്? സമയം പോകാൻ വേണ്ടി. അല്ല നമുക്ക് കുഴപ്പമില്ല, ഇനി ലേറ്റ് ആയാൽ കുഴപ്പമില്ല, നമുക്ക് ഇനിയും കഴിക്കാം. ഇതിലെന്തോ പറയാനുള്ളത്? ഇതിലിനി അൺബോക്സിംഗ് ഒന്നും ഇല്ല. പക്ഷെ കൊള്ളാം കേട്ടോ. പാട്ടൊക്കെ കോപ്പി റൈറ്റ്. നമ്മളങ്ങനെ നോക്കൂ ജ്യൂസ് മേടിച്ചേക്കുക.